തൃശ്ശൂർ പൂരം അതിൻ്റെ സമാപന ചടങ്ങുകളിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് ഇന്ന് പൂരത്തിന് സമാപനമാവുക. ഈ വർഷത്തെ പൂരത്തിൻ്റെ സമാപന ദൃശ്യങ്ങൾ ആസ്വദിക്കാനായി നൂറുകണക്കിന് ആളുകൾ പൂരനഗരിയിൽ എത്തിയിട്ടുണ്ട്. ഈ ദിവസത്തെ പൂരത്തിൻ്റെ പ്രത്യേകത അത് തൃശ്ശൂരുകാരുടെ പൂരമാണ് എന്ന് പറയും. പൂരങ്ങളുടെ പൂരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നല്ലോ തൃശ്ശൂർ പൂരം. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പൂരാവേശം അനുഭവിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള ആളുകൾ അവിടെ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്നത്തെ പൂരം തൃശ്ശൂരുകാർക്ക് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് പൂരം എന്നാണ് അതിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ രണ്ട് ദേശങ്ങളിലെ ഭഗവതിമാർ പരസ്പരം കണ്ട് ഉപചാരം ചൊല്ലി പിരിയുന്നിടത്താണ് തൃശ്ശൂർ പൂരം അവസാനിക്കുക. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചു എന്ന് വേണം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ. അവിടുത്തെ ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ പൂരനഗരിയിൽ എത്തിയിട്ടുണ്ട്. കനത്ത ചൂടാണെന്ന കാര്യം നമുക്കറിയാം. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. ആളുകൾ മുഴുവൻ വിശറി വീശി നിൽക്കുന്നു. അത്രയും ചൂടാണ്. പക്ഷേ ആ ചൂടിനെ അപകട സാധ്യതയെ ഈ യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ അവിടെ സൂര്യാതപത്തിൻ്റെ സാധ്യത തള്ളാൻ കഴിയാത്ത സ്ഥലമാണ്. എന്നിട്ട് കൂടി തുറസായ സ്ഥലത്ത് നൂറുകണക്കിന് ആളുകൾ ഈ പൂരത്തിൻ്റെ അവസാനത്തെ ദൃശ്യങ്ങൾ കാണാൻ ആവേശം അനുഭവിക്കാൻ അവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രവും അതിന് മുന്നിൽ തളിച്ചുകൂടിയ ആൾക്കൂട്ടത്തെയുമാണ് കാണുന്നത്. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. സിബി, ഈ ചടങ്ങുകൾ അവസാനിക്കുകയാണോ? കഴിഞ്ഞോ? നിഷാദ്, ചടങ്ങുകൾ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ഏറ്റവും ഒടുവിലായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതികൾ അവർ ഉപചാരം ചൊല്ലി പിരിയുകയാണ്. അടുത്ത പൂരത്തിന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉപചാരം ചൊല്ലി പിരിയുന്ന ആ കാഴ്ചയാണ് കാണുന്നത്. വടക്കുന്നാഥന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഈ ശ്രീമൂല സ്ഥാനത്താണ് ഇപ്പോൾ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും തിറമ്പേറ്റിയ 2 ഗജവീരന്മാർ നിൽക്കുന്നത്. ഇന്നിപ്പോൾ 2 മണിക്കൂറിലധികമായി പാണ്ടി മേളമായിരുന്നു. 15 ആനകളുടെ അകമ്പടിയോടെയാണ് ഈ 2 ഭഗവതിമാരും എഴുന്നള്ളിയത്. പിന്നീട് ഈ 2 മണിക്കൂറിലധികമായി പാണ്ടി മേളത്തിന്റെ വലിയ താളമേളങ്ങളായിരുന്നു. അത് കാണികളും പൂരപ്രേമികളും ആസ്വദിച്ചു. അതിനുശേഷം പാണ്ടി മേളം ഇപ്പോൾ സമാപിച്ചു. 12 മണിയോടെ സമാപിച്ചു. ഇനി ഉള്ളത് ഈ ഉപചാരം ചൊല്ലി പിരിയുക എന്നുള്ളതാണ്. ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി തന്നെ ഈ ഒരു ചടങ്ങുകൾ അവസാനിക്കുകയാണ്. 101 കഥനകൾ പൊട്ടും. അതിനുശേഷം ഈ തൃശ്ശൂർ പൂരം സമാപ്തിയാകുകയാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ പൂരം അവസാനിക്കുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതിന്റെ ഈ ഉപചാരം ചൊല്ലി പിരിയുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നത്തെ നിഷാദ് നേരത്തെ പറഞ്ഞ ഇന്നത്തെ ഒരു പകൽപൂരം എന്ന് പറയുന്നത് ഇവിടുത്തെ ദേശക്കാരുടെ പൂരമാണ്. അത് തൃശ്ശൂർക്കാരുടെ പൂരമാണ്. ഇന്നലെ വൈകിട്ടോടെ കുടമാറ്റമൊക്കെ കഴിഞ്ഞ് ദൂരെ നിന്നുള്ള ആളുകൾ പോയി. ഇന്നിപ്പോൾ തൃശ്ശൂർക്കാർ മാത്രം വരുന്ന ഒരു പൂരം എന്നുള്ളതാണ് സങ്കല്പം. അത്തരത്തിലാണ് തൃശ്ശൂർക്കാരാണ് ഏറ്റവും കൂടുതൽ. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകുന്നു. വലിയ കൊടും ചൂടാണ്. ആ ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഇവർ എത്തുന്നു. ഈ പാണ്ടിമേളത്തിന്റെയൊക്കെ വലിയ അകമ്പടിയിൽ അത് തണത്തോടെ അവർ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആർപ്പുവിടികളും ആരോഗ്യവുമായി തങ്ങളുടെ ഒരു വർഷം കാത്തിരുന്ന പൂരം, ആ പൂരം പരമാവധി ആസ്വദിക്കാൻ വേണ്ടി പൂരപ്രേമികളും തൃശ്ശൂർക്കാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ആ വലിയ ആവേശമുണ്ട്. ആവേശത്തിൽ ഒട്ടും കുറവില്ല. ചൂട് അവഗണിച്ചുകൊണ്ട് തന്നെ ഇവരെല്ലാം ഇങ്ങോട്ടേക്ക് ഈ പൂരപ്പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് പൂരം സമാപിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 36 മണിക്കൂറായി ഈ പൂരത്തിന്റെ ഒരു വലിയ ആഘോഷ ലഹരിയിലാണ് ഈ വടക്കുന്നാഥ ക്ഷേത്രവും ഈ സ്വരാജ് റൗണ്ടിൽ ഉണ്ടായിരുന്നത്. അത് ഈ 12 മണിക്ക് ശേഷം ഈ പൂരത്തിന്റെ ഈ 2 ദേവിമാരും ക്ഷേത്രത്തിന്റെ ഉപചാരം ചൊല്ലി പിരിഞ്ഞോടെ പൂരം അവസാനിക്കുകയാണ്. അതിനുശേഷം ദേശക്കാർക്ക് വേണ്ടി പൂരക്കഞ്ഞി ഉണ്ട്. ഈ പൂരക്കഞ്ഞിക്കും വലിയ പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് അന്യദേശത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഒരു ആതിഥ്യ മര്യാദ നെല്ലിലാണ് ഈ പൂരക്കഞ്ഞി കൊടുത്തു തുടങ്ങിയത് എന്നുള്ളതാണ് സങ്കല്പം. പിന്നീട് അത് എല്ലാ വർഷവും ഇവിടെ തിരുവമ്പാടിയും പാറമേക്കാവും ഈ പൂരക്കഞ്ഞി നൽകും. അതുകൂടാതെ മറ്റു സന്നദ്ധ സംഘടനകളും വലിയ തറവാട്ടുകാർക്ക് ഈ പൂരക്കഞ്ഞി പലയിടങ്ങളിലായി നൽകും. ആ പൂരക്കഞ്ഞി എന്ന് പറയുന്ന മട്ടരിയുടെ നല്ല ചൂടുള്ള കഞ്ഞി, അതോടൊപ്പം തന്നെ ഈ മുതിരപ്പുഴുക്ക്, അതുകൂടാതെ മാമ്പഴ, പുളിശ്ശേരി, കണ്ണിമാങ്ങാച്ചാർ ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ പൂരക്കഞ്ഞിയാണ് ഇവിടെ വിതരണം ചെയ്യുക. അതിനുശേഷമാണ് തൃശ്ശൂർക്കാർ വീട്ടിലേക്ക് മടങ്ങുക. ഇതൊരു ആചാരവും അനുഷ്ഠാനവും ഇവരുടെ സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഭാഗം കൂടിയാണ് ഈ പൂരത്തിലെ ഓരോരോ ചടങ്ങുകൾ എന്ന് പറയുന്നത്. ആ ചടങ്ങുകളനുസരിച്ച് എല്ലാം കഴിഞ്ഞ 36 മണിക്കൂറായി ഇപ്പോൾ പൂർത്തീകരിക്കുന്നു. ഇന്നലെ നമുക്കറിയാം ഇലഞ്ഞിത്തറ മേളവും മടത്തിൽ വരവും കുടമാറ്റവും ഉൾപ്പെടെയൊക്കെ കുടമാറ്റം പരിമിതപ്പെടുത്തിയെങ്കിലും അതും വളരെ
ആവേശകരമായി വലിയ പങ്കാളിത്തത്തോടെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് കുടമാറ്റവും കഴിഞ്ഞത്. വെടിക്കെട്ടില്ല എന്നുള്ള ഒരു ചെറിയൊരു അർത്ഥത്തിൽ ആ വെടിക്കെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ആ വെടിക്കെട്ടില്ലാത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ പോലും തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് അവർ പൂരം വളരെയധികം രീതിയിൽ അവർ ആഘോഷിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. എന്തായാലും ഇനി ഈ ഒരു സമയത്ത് ദേവിമാർ ഈ രണ്ട് തൃശ്ശൂർ പൂരം സമാപിക്കുകയാണ്. അവസാന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടവേള.